ഹലോ, വെൽക്കം ബാക്ക് ടു സഫ്ല ഷിഫ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്റ്റെക്കേഷൻ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. Excuse me, look here. Look here. Hi cherry baby. Hi baby. Hi cherry baby. Hi baby. സോ നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു 2.5 hours ട്രാവലിംഗ് ഉണ്ടാവും നമ്മൾ പോണ സ്ഥലത്തേക്ക്. അപ്പോൾ അതേ ചിയു ഇരുന്ന് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു 3:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഗ്രാൻഡ് ഹയാത്ത് അബുദാബി ആട്ടോ. നമ്മൾ ഒരു സ്റ്റെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയി നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റെക്കേഷൻ വേണം എന്നുള്ള ഒരു ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡ് ഹയാത്ത് ആട്ടോ ചൂസ് ചെയ്തത്. ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അബുദാബിയിൽ ഈ മറീന എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. അവിടെയാണ് നമ്മൾ ഈ എമിറേറ്റ്സ് പാലസ് ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ അബുദാബിൻ്റെ കിങ്ങിൻ്റെ പാലസ് ഒക്കെ അവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് തന്നെ നല്ല വ്യൂ കിട്ടും കേട്ടോ. നമുക്ക് ആ ഒരു പാലസിൻ്റെ വ്യൂ നല്ലോണം കിട്ടും. ചിയുതേ ഉറങ്ങി എണിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫൗണ്ടൈൻ്റെയൊക്കെ ഒരു സൗണ്ടും ഇതൊക്കെ കേട്ടപ്പോൾ ആൾ പേടിച്ചൊന്നിങ്ങനെ ബാക്കൊക്കെ വലിയ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ലോഞ്ച് കാണാൻ തന്നെ നല്ലൊരു ഒരു വൈഡായിട്ടുള്ളൊരു ലോഞ്ച് ആയിരുന്നു ചിയു. അപ്പോൾ ആ ഒരു ഫൗണ്ടൈനൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ചിയുവിൻ്റെ അടുത്ത് പോലെ തൊടല്ലേ, കാരണം അവൾക്ക് തൊടുന്നൊരു ഹാബിറ്റ് ഉണ്ട്. നല്ലൊരു കാമായിട്ടുള്ളൊരു ലോഞ്ചാട്ടോ. നല്ല രസമുണ്ട് ആ ഒരു ഫൗണ്ടൈൻ്റെ ഒരു സൗണ്ടൊക്കെ കേൾക്കുക. നിങ്ങൾക്കൊന്ന് ആ ലോഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ കൂടുതലായിട്ട് എനിക്ക് കുറേ അറബ്സിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടോ. ഗസ്റ്റായിട്ട് വരുന്നത് ഷിഫാദ ചെക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ലോഞ്ചിലൊക്കെ വന്ന് നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തോട്ടെ. ഷിഫാദ ചെക്കിങ് കഴിഞ്ഞ് വന്ന് ഒരു പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് വന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിയു ഇങ്ങനെ എല്ലാം നോക്കി നിൽക്കുകയാണ്. നല്ല ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഒരു ഹെവൻ ഫീൽസ് ലൈക്ക് ഹെവൻ അങ്ങനെയൊക്കെ പോലെയുണ്ട്. നല്ല രസമുണ്ട്. ലൈറ്റിംഗ് ആണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നല്ല രസമുണ്ട്. ഇതിൻ്റെ ഈ ഫസ്റ്റ് 3rd ഫ്ലോർസ് കാണുന്നത് എന്താ വെച്ചാൽ ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, 3rd ഫ്ലോർ എന്ന് വെച്ചാൽ സം സോർട്ട് ഓഫ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ മീറ്റിംഗ് ഹാൾ, സ്പാ, അങ്ങനെ എന്തൊക്കെ സലോൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള റൂം 29th ഫ്ലോറിലാണ്. സോ നിങ്ങൾക്ക് യു ക്യാൻ സീ ഇറ്റ്. അപ്പോൾ നമ്മൾ വെള്ളതേ ലിഫ്റ്റൊക്കെ കയറി റൂമിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മളവിടെ മറ്റേ ലഗേജിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ റൂമിലെല്ലാം സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ ആളെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ട് ആൾ നമുക്ക് ഭയങ്കര അവൻ്റെ സർവീസ് നല്ല രസമായിരുന്നു. നമ്മളെ നന്നായി സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ റൂം ബോയ് ആണെങ്കിലും എല്ലാവരും നല്ല ഇതാണ്, നല്ല കോപ്പറേറ്റീവ് എല്ലാം നമുക്ക് ചെയ്തു തരുന്ന അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ടൂർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളൊരു അതിൻ്റെ ഇടയിൽ ഒരു റൂം ടൂറും കൂടി ഉണ്ട് കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്തതും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബാത്റൂം ഏരിയ ആട്ടോ വരുന്നത്. ഒരു ഡ്രസ് ചേഞ്ചിങ് റൂമുണ്ട്. പിന്നെ നമ്മുടെ ടോയ്ലറ്റ് ഏരിയ, പിന്നെ ബാത്ത് ടബിന് വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ട്. ക്വൈറ്റ് നൈസ് ആയിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഇത് നല്ല കുഴപ്പമില്ല. അതുപോലെ നമ്മൾ കുറേ മിറർ ഉണ്ട് കേട്ടോ. ഇവർ കുറേ ഡോർസിലും അങ്ങനെ ഫുൾ ഓഫ് മിററാണ്. പിന്നെ ഇതാണ് നമ്മളുടെ അടിപൊളി റൂം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടേബിൾ ആൻഡ് ചെയർ ഉണ്ട്. ഓൾസോ ആ റൈറ്റ് സൈഡിലൊരു TV ഉണ്ട്. ഓൾസോ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഹോൾ വ്യൂ. ഇതൊക്കെ അവർ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു എന്താ പറയുക ഹണിമൂണല്ല ബേബി മൂണിന് വന്ന പോലെ എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ആ ഒരു ഫീല് വന്നു. ബേബി മൂണിൻ്റെ ഒക്കെ ഒരു ഹണിമൂണല്ല ബേബി മൂൺ. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ടേബിളിൽ. It's amazing. It's a balcony area.
ഇറ്റ്സ് അമേസിങ്. അപ്പോൾ നമുക്ക് ബാൽക്കണി വ്യൂ കിട്ടുമെന്ന് അറിയായിരുന്നു, കാരണം ഷിഫാദ് ഓൾറെഡി ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ബാൽക്കണി വ്യൂ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എൻ്റെ വോയിസിലൂടെ നിങ്ങൾ കേട്ടത് കേട്ടോ. ബുദ്ധിമുട്ടാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റ് വ്യൂ. You have to see it. It's really awesome. അയ്യോ, ഞങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയത് ഈ വ്യൂ തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് ഈ വ്യൂ, എന്താ അറിയില്ല, നല്ല ഇഷ്ടപ്പെട്ടു. ഇതാട്ടോ നമ്മളുടെ ഹോട്ടലിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഇത് അപ്പത്തെ ഹോട്ടൽ. അപ്പോൾ സ്റ്റിൽ ഇത്രയും നേരം സ്പീഡ് ബോട്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓ, ലിറ്ററലി അടിപൊളി. What are you doing here? Feeding. Are you painting? Feeding. Oh, let me show you No. painting. No. Oh, it's nice. No. It's nice. No. Ma. Welcome. Feeding. Okay, carry on. അപ്പോൾ ഇത് നമ്മളെ ഡിന്നറാട്ടോ. നമ്മളിന്ന് ഡിന്നറിന് ചപ്പാത്തി ആൻഡ് എഗ് റോസ്റ്റ് പിന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ 3 days ഓഫ് സ്റ്റെക്കേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലൈക്ക് ബോറിങ് ആയിരിക്കുമോ 3 days എടുത്തത്, കുറവെടുക്കായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് നല്ല രസമായിരുന്നു, കാരണം മെയിനായിട്ട് ആ ബാൽക്കണി ഏരിയ ആണ് തോന്നുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ റൂം നമ്പർ 2911, 29th ഫ്ലോറിൽ 11th റൂം ഐ തിങ്ക് അതാണ്. അപ്പോൾ നമ്മൾ സ്റ്റെക്കേഷൻ 3 days ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബോറിങ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് നല്ല ഫണ്ണായിരുന്നു, നല്ല എൻജോയ്ഡ് ആയിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു 3 days ബോറിങ് ആയിരുന്നു, കാരണം നമുക്ക് ബാൽക്കണി വ്യൂക്ക് ഇത്രയും അടിപൊളി വ്യൂ ആയതുകൊണ്ട് നമുക്ക് അത്ര ബോറിംഗ് ആയി തോന്നിയില്ല. അപ്പം നമ്മൾ ഇറങ്ങിയത് എങ്ങോട്ടാ വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഹോട്ടലൊന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലോബി, ഗ്രൗണ്ട് ഫ്ലോർ അവിടെയൊക്കെ എന്താ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ പോയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ പൂള്, ബീച്ച്, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പം നമ്മളിതേ ഗ്രൗണ്ട് ഫ്ലോർ എത്തിയിട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ എത്തിയതും നമ്മൾ കുറച്ചൊന്ന് നടന്നാൽ അവിടെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ലൈക്ക് പെസ്റ്റോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു പേര്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. നമ്മൾ അവരുടെ മെനു എഴുതി വെച്ചിരിക്കുന്നത് മെൻഷൻ ചെയ്ത് ഇറ്റാലിയനിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് സംതിങ് ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ അതേ അവിടെ കുറേ ഷോപ്പീസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് നമുക്ക് ഈ ബീച്ചിലേക്ക് അല്ലെങ്കിൽ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുറച്ച് സാധനം, സ്വിമ്മിങ് ഷോർട്സ്, സ്വിം വെയർ, പിന്നെ ടാൻ റിഡ്യൂസ് ചെയ്യാനുള്ള ക്രീംസ്, അതിൻ്റെ കോസ്റ്റ് ആട്ടോ ഞാൻ കാണിച്ചു തന്നു. ഓരോന്നിനും സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിട്ടാണ്. സോ നമ്മളിതേ ഇത് ഒരു ബീച്ച് കം പൂൾ ഏരിയ ആണ് നമ്മളിനി വിസിറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. പൂളൊക്കെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ബീച്ചിൻ്റെ ടൈം തന്നെ 7 PM ആണ്. ലൈക്ക് ഇതൊരു സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് അവർ ബീച്ച് ടൈം തരുന്നത് നമുക്ക്. പിന്നെ പൂൾ ടൈം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അത് ലൈക്ക് 8 PM or 9 PM ഐ തിങ്ക് ആ ഒരു ടൈമിംഗ് ആണ്.
അപ്പോൾ ഇപ്പം നമ്മൾ പോയത് ഒരു 9:30 10 ഒക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫ്രഷ് ആയിട്ടാണല്ലോ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് വിസിറ്റിന് പുറത്തിറങ്ങി. അപ്പോൾ ഒരു 10:30 ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം ക്ലോസ് ആയിരുന്നു നമ്മൾ പോയ സമയത്ത്, ആരും ഉണ്ടായിരുന്നില്ല അവിടെ. ബട്ട് നമ്മൾ ഒരു നൈറ്റ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഗ്രാൻഡ് ഹയാത്തിൻ്റെ ബാക്ക് സൈഡാണ്, ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ്. പക്ഷെ അത് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരേ വ്യൂ ആണ് ഇത് തരുന്നത്. കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അവൻ്റെ നല്ല രസമുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ചിയു ഇതിൻ്റെ ഇടയിൽ പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ പാർക്കൊന്നും അവിടെ ഇല്ല. ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ജസ്റ്റ് പൂളുണ്ട്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മൊത്തത്തിലുള്ള വ്യൂ കണ്ട് നമ്മൾ ഭയങ്കര ആസ്വദിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. ഞാൻ ഷിഫാദും പറഞ്ഞ് നടക്കുന്നുണ്ട്, എന്താ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഫുൾ ഓഫ് ഈ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടൽസ് ആണ് കേട്ടോ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ഭയങ്കര ലക്ഷറി ഏരിയ ആണ്. ഈ അബുദാബിൻ്റെ തന്നെ ലക്ഷറി ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഗ്രാൻഡ് ഹയാത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെയാണ് പാലസ് വരുന്നത്, അബുദാബി ഷെയ്ഖിൻ്റെ പാലസ് വരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവൻ്റെ ഹോട്ടലുണ്ട്. അവൻ്റെ ഗസ്റ്റ് വരുന്ന അതാണ് എമിറേറ്റ്സ് ഹോട്ടൽ. അത് ഇതിൻ്റെ ഫ്രണ്ടാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ആ ഭാഗത്താണ് ബാൽക്കണി വ്യൂ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ നമുക്ക് ആ വ്യൂ ഒക്കെയാണ് കിട്ടുക. പക്ഷെ നമുക്ക് ഇത് നമുക്ക് എന്താണെന്നറിയില്ല, നമ്മൾ കപ്പിളായതുകൊണ്ട് തന്നതാണോ എന്നറിയില്ല. ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ബാൽക്കണി വ്യൂ കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര ചൂടുണ്ട് കേട്ടോ, നമ്മൾ പോയെന്ന് നല്ല ചൂടായിരുന്നു. നമ്മൾ വേറെ ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു. ഇവിടുത്തെ സ്പാ കേട്ടോ ഇത്. പോവാ. ചിയുവിന് പിന്നെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കണം. അപ്പോൾ ആ ഒരു സ്റ്റോൺസ് ഒക്കെ കണ്ടപ്പോൾ അവൾ അതിൽ കളിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാനും അതിൽ കുറേ നേരം കളിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾക്ക് മുകളിലേക്ക് ഒരു സ്റ്റെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോൾ അത് ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നും, എന്താണ് അതിൻ്റെ മുകളിൽ നിന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് പോവാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലോഞ്ചിൻ്റെ വേറൊരു ഭാഗമാണ്. അവിടെ ഇതിൻ്റെ ഒരു കാഷ്വൽ കഫേ ഉണ്ട്. ആ കഫേൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. എന്തായിരുന്നു സത്യത്തിൽ ഓർമ്മയില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് എ കാഷ്വൽ കഫേ എന്ന് വെച്ചാൽ നോർമലായിട്ട് എല്ലാം ജസ്റ്റ് നമ്മൾ ഒരു കോഫി ടൈം അങ്ങനെ ആയിട്ടുള്ളൊരു നോർമൽ കഫേ, കാഷ്വൽ ആയിട്ടുള്ളൊരു കഫേ ആയിരുന്നു. പക്ഷെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. മിക്ക ലോഞ്ചിലും കാണുന്ന പോലത്തെ അല്ല, അതിൽക്കാളും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള, കുറച്ച് പുറത്തേക്കൊക്കെ ബാൽക്കണി ഏരിയ ആയിട്ട് നമുക്ക് അങ്ങനെ ഉള്ള ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിലിരിക്കാം, ബാൽക്കണിയിലിരിക്കാം, അങ്ങനെയൊക്കെ സീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവിടുത്തെ അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഒക്കെ നല്ല ലൈറ്റ്സൊക്കെ എന്ത് ഭംഗിയാണ് ഇവിടുത്തെ കാണാൻ, ഹാങ്ങിങ് ലൈറ്റ്സൊക്കെ. പിന്നെ കുറച്ച് ദൂരം നമ്മൾ പോയപ്പോൾ അവിടെ ഒരു പിയാനോ ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പണൊക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ പിന്നെ വേണ്ട, എന്തിനാ വെറുതെ നമ്മൾ ചീത്താക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളതൊന്നും തൊടാൻ നിന്നില്ല. ജസ്റ്റ് അവിടെ അടുത്ത് പോയി വീഡിയോ എടുത്തു, അത്ര തന്നെ ഉള്ളൂ. കണ്ടോ, ഇതാണ് കേട്ടോ പിയാനോ. എനിക്ക് നല്ല ഇഷ്ടമായി. മേ ബി എന്തെങ്കിലും ഒക്കേഷൻസിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. യൂസ് ചെയ്യാറില്ല തോന്നുന്നു, അങ്ങനെ ഉണ്ട് കാണുമ്പോൾ തന്നെ. ഞാൻ കുറച്ചുകൂടി അടുത്തേക്ക് പോയി നോക്കിയതാണ്, കാരണം അത് നല്ല നല്ല എന്താ പറയുക, തിളങ്ങിക്കൊണ്ടേയിരിക്കും, നല്ല പുതിയ. പിന്നെ നമ്മളതിന് പുറത്ത് പോയത് കേട്ടോ. പുറത്ത് നല്ല ചൂടായിരുന്നു. അയ്യോ ഭയങ്കര ചൂട്, ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ആളാട്ടോ നമുക്ക് റൂം കാണിച്ചു തന്നതൊക്കെ. മീൻസ് ആൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അമേസിങ് വ്യൂ ആണ്,
എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു റൂം വ്യൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഇവിടുന്ന് നമ്മൾ താഴ്ന്ന് കണ്ട ആ ഒരു ബാൽക്കണി ആട്ടോ ഈ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ ബീച്ച് ഏരിയ, പൂൾ ഏരിയ അതൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഇതാട്ടോ. ചിയ പിന്നെ ഇങ്ങനെ ഓരോന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവളുടെ രീതിയിൽ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നുണ്ട്. ഇത് ശീശയാണ് കേട്ടോ. നമ്മൾ ഈ അറബ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക സ്മോക്ക് ചെയ്യണ പോലത്തെ ഒരു സംഭവമാണ് ശീശ. അത് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും ഇതെന്ന് വരെ. ഇതിൻ്റെ നമ്മളിങ്ങനെ എടുത്ത് വിടുന്ന ഒരു സ്മെല്ല്, സ്മോക്ക് ചെയ്ത് വിടുന്ന ആ സ്മെല്ല് പല ഫ്രാഗ്രൻസ് ആയിരിക്കും. ജാസ്മിൻ, റോസ്, അങ്ങനെ പല ടൈപ്പ്, സാഫ്രോൺ, അങ്ങനെ പല ടൈപ്പ് നല്ല സ്മെല്ലായിരിക്കും അത്. പക്ഷെ വലിക്കാൻ ഇഷ്ടമല്ല, ആ ഒരു സ്മെല്ല് കേൾക്കാൻ നല്ല ഇഷ്ടം. നമുക്ക് ആ ഏരിയയിലൂടെയൊക്കെയാണ് പോകണമെങ്കിൽ നല്ല രസമായിരിക്കും സ്മെല്ല് കേൾക്കാൻ. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് നമുക്ക് തിരിച്ച് വരാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി ആ ലോഞ്ചിൽ നിന്ന്, ആ ഒരു ഭാഗത്തുനിന്ന്, ആ ഒരു കഫേയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ എന്നാൽ റൂമിലേക്ക് പോവാം ഒന്ന്. പിന്നെ റൂമിലേക്കല്ല, നമ്മൾക്ക് ഒന്ന് പുറത്ത് നിങ്ങൾക്ക് മറ്റേ എമിറേറ്റ്സ് ഹോട്ടലിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. ചൂടാണ്, എന്നാലും നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോവാട്ടെ ഇറങ്ങി. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂ ഒക്കെ ഒരേപോലെ ആട്ടോ ഗ്രാൻഡ് ഹയാത്തിൻ്റെ. അങ്ങനെ നമ്മളിത് ഇറങ്ങിക്കാട്ടോ കുറച്ച് കാഴ്ചകളൊക്കെ. അതിൻ്റെ ഈ കാറൊരു സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ചോദിക്കുന്നത് എന്ത് സംഭവം, എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ തലാബത്ത് ആ ബൈക്ക് വരുന്നത് ഇവിടെ ഒരു റെസിഡൻസ് ഏരിയയും കൂടി ഉണ്ട്. ഇവരെ തന്നെയാണ്, ഗ്രാൻഡ് ഹയാത്തിൻ്റെ തന്നെയാണ്. സോ അവിടെ നിന്നാട്ടോ വരുന്നത്, അതിൻ്റെ ഉള്ളിലേക്കാണ് റെസിഡൻസ് ഏരിയ. മൊത്തം റെസിഡൻസ് ഒക്കെ അറബ്സ് തന്നെയാണ് തോന്നുന്നത്. കാരണം അതിൽ കൂടെ നല്ല ലക്ഷറി ആയിട്ടുള്ള കാഴ്സും ഈ വിൻറ്റേജ് ടൈപ്പ് കാഴ്സ് അതൊക്കെയാണ് പോകുന്നത്. ഫുൾ അറബ്സാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതാട്ടോ എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ എന്ന് പറയുന്നത്. അവിടെയാണ് കൂടുതലായിട്ട് ഈ ഷെയ്ക്കിൻ്റെ ഗസ്റ്റ്, കുറച്ചും കൂടി നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത് അവിടെ ആയിരിക്കും. ഇവിടെ ഫുൾ കോമ്പറ്റീഷൻ, ആ ഭാഗം നിറച്ച് ഈ 7 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനത്തെ ടൈപ്പ് ഹോട്ടൽസാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ ഈ എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു ദൂരെ ആയിരിക്കും. ഈ ഒരു ഇതാട്ടോ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, വിൻറ്റേജ് കാർ, അറബിൻ്റെ കാറാട്ടോ. ഒരു അറബാണ് അതിലിരിക്കുന്നത്. അതാണ് നല്ല ഭംഗിയുടെ കാർ. കുറേ അങ്ങനെ ലക്ഷറി ആയിട്ടുള്ള പോഷ് കാറാട്ടോ ഇത്. ഇവിടെ കൂടെ എല്ലാം പോകണം. നമ്മൾ കുറേ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഓൾറെഡി എനിക്കിങ്ങനെ കാർസ് ഭയങ്കര വിൻറ്റേജ് അങ്ങനത്തെ കാർസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാട്ടോ അതിൻ്റെ എൻട്രൻസ്, എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണത്. അതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്ത് ഇത്രയും ദൂരമുള്ള സ്ഥലത്തേക്ക്. ഇതിൻ്റെ കുറച്ചപ്പുറത്താണ് ഇവരെ പാലസ്, ഷെയ്ക്കിൻ്റെ പാലസ്, അബുദാബി ഷെയ്ക്കിൻ്റെ പാലസ്. അപ്പം നമ്മളവിടെ ആ ഭാഗമൊക്കെ കുറച്ച് ഇങ്ങനെ കണ്ടു നിന്നു. ദിസ് ഈസ് ദ എന്താ പറയുക ഹോൾ വ്യൂ ഓഫ് ഗ്രാൻഡ് ഹയാത്ത്. അതിൻ്റെ അപ്പുറത്തുള്ള ഹോട്ടൽ എന്ന് വെച്ചാൽ ബാബൽ ഖസർ ഹോട്ടൽ. അതും ഒരു 5 സ്റ്റാർ ഹോട്ടൽ തന്നെയാണ്. അതും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ചിയു പുറത്തിറങ്ങിയപ്പോൾ ബിയോണ്ട് ലിമിറ്റ്സ് ആയിരുന്നു. കാരണം അവിടെയുള്ള കല്ലെടുത്ത് എറിയുക, കളിക്കുക, അതൊക്കറിയാം. അവർ ക്യാമറയിലൊക്കെ കണ്ട് വരുമോ. നമ്മൾ പിന്നെ ഒന്നും മിണ്ടിയില്ല, കാരണം കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് നിന്നു. അങ്ങനെ അവൾ തന്നെ പിന്നെ പറക്കി അങ്ങോട്ട് ഇടുന്നുണ്ട് കല്ലൊക്കെ. അവൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു പുറത്തിറങ്ങി നടക്കുക. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട റൂം, കാരണം ആ ബാൽക്കണി വ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ട്. വന്നതും ഇനി പോവണ്ട, ദുബായ് റൂമിൽ പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ നമ്മൾ പിന്നെ 3 days ഉള്ളത് കൊണ്ട് ആൾ എൻജോയ് ചെയ്യട്ടെ, നമ്മളൊന്നും മിണ്ടിയില്ല. അങ്ങനെ നമ്മൾ പുറത്ത് കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. വാ പോവാന്നൊക്കെ പറഞ്ഞാൽ അവളെ വിളിക്കണ്ട. അവളവിടെ നിന്നോടത്ത് തന്നെ നിന്നിട്ട് നിൽക്കുക.
അങ്ങനെ നമ്മൾ മെല്ലതേ നടന്ന് കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ നടന്ന് ഇതാട്ടോ അതിൻ്റെ എൻട്രൻസ് കുറച്ചും കൂടി ഫൈനലി റൂം എത്തി. ഗുഡ് നൈറ്റ്. Good night. Say good night. Good night. So welcome to the day 2 at the Grand Hyatt. ഡേ 2 എന്ന് പറയാൻ പറ്റുമോ അതോ ഡേ 1 എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്നലെ ഈവനിങ് ആണ് ഞങ്ങൾ അവിടെ എത്തിയത്. സോ മേ ബി ഇതായിരിക്കും അല്ലേ ഡേ 2 എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഡേ 2 വടവർ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെടുത്തോ. എന്തായാലും ഞങ്ങൾ വന്നതിൻ്റെ കുറച്ച് പിറ്റേ ദിവസം എന്ന് നമുക്ക് പറയാം. സോ അപ്പോൾ നമ്മൾ ദേ മോർണിംഗ് നല്ല വ്യൂ ആണ്. നമ്മൾ കേർട്ടനൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈൻ്റെ അവിടെ നിന്ന് നമുക്ക് കേർട്ടൻ ഓണാക്കാം ഓഫാക്കാം അങ്ങനെയൊക്കെയുള്ള ക്ലോസ് ചെയ്യാം ഓപ്പൺ ചെയ്യാം. ഓണാക്കാം ഓഫാക്കാം അല്ലെ ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ മോർണിംഗ് പല്ലേക്കാണ്ട് ബ്രഷ് ചെയ്യാണ്ട് തന്നെ വന്ന് കാണുന്നത് ഈ വ്യൂ ആട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ കണ്ട് നിൽക്കുക കേട്ടോ. Can you come here? Gio? Gio? Hello? Hello? ജിയോ മോർണിംഗ് എണീച്ച പാടെ തുടങ്ങി പെയിൻറ്റിങ്. കാരണം നമ്മൾ മറ്റേ റിവ്യൂ എഴുതാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഹോട്ടൽസിലൊക്കെ നമുക്ക് ഈ ബുക്ക്ലെറ്റ് പോലത്തെ സംഭവം പൗച്ചിലൊരു ബുക്ക്ലെറ്റ് പോലത്തെ സംഭവം പെന്നൊക്കെ വയ്ക്കുമല്ലോ. അവളതെടുത്ത് ഇന്നലെ നൈറ്റ് മുതൽ പെയിൻറ്റ് ചെയ്യുക എന്തൊക്കെയോ വരച്ചിട്ട് എന്തൊക്കെയോ ചിക്കിക്കൂട്ടാണ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആൾ വരുന്നത് ദേ ഇപ്പം എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. Good morning. Good morning. Good morning. Good morning. വെൻ ചായ് മീറ്റ്സ് കോഫി. ഞാൻ കോഫി ഷിഫ ചായ്. അപ്പോൾ നമ്മളൊരു ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വ്യൂ ആസ്വദിച്ചിട്ടിരിക്കുക കേട്ടോ. നമ്മൾക്ക് ഇത്രയും സ്റ്റെക്കേഷൻസ് എടുത്തതിൽ നമുക്ക് ഇതൊരു അടിപൊളി സ്റ്റെക്കേഷൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ട് സ്റ്റെക്കേഷനായിട്ട് ഫീൽ ചെയ്തത് നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഹയാത്തിൽ വന്ന ആ ഒരു സ്റ്റെക്കേഷനാട്ടോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. കാരണം നമ്മൾ ഫുൾ റിലാക്സ് ചെയ്ത് അങ്ങനെ ഒരു ഇത്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴാണ് അതേ നമ്മൾ ഈ ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുമല്ലോ ഈ ഒരു തുരുമ്പ് പിടിച്ച പോലത്തെ ഷിപ്പൊക്കെ ഈ പൈറേറ്റ്സ് ഓഫ് കരീബിയൻ അങ്ങനത്തെ ടൈപ്പ് ആ ഒരു മൂവീസിലൊക്കെ കാണുന്ന പോലെ ഞാൻ വേഗം ഓടിപ്പോയി എടുത്ത കേട്ടോ ആ ഷിപ്പ്. പിന്നെ ഈ ഒരു കുറച്ച് ഷിപ്പുകൾ കുറേ അവിടെ തന്നെ നിർത്തിയിട്ടിരിക്കും. നമുക്ക് കാണുമ്പോൾ അവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ പെട്രോളിയം നമ്മൾ നോക്കിയെടുത്ത് പെട്രോളിയം പ്രോഡക്റ്റ്സ് ഒക്കെ മൈനിങ് ചെയ്യണ ആ ഒരു ഏരിയ ആണ് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് റെസിഡൻസ് ഏരിയ ഉണ്ട്, അവർ താമസിക്കണ കുറച്ച് ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താട്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് പാലസ് ആയിട്ട് ഇത് പാലസിൻ്റെ ആ ഒരു വ്യൂ ആണ്, പാലസിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അങ്ങനത്തെ ഷിഫാദ് ഒരു ബാത്ത് ടബിൽ നല്ല ആസ്വദിച്ചുള്ള ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വരുന്ന സ്റ്റൈലാണ് കേട്ടോ. ഞാനതേ ചിയുവിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറയാണ്. ചിയു ഇരുന്ന് നാസ്റ്റിയൊക്കെ കണ്ടിട്ട് അടിപൊളി ചിക്കൻ ഫ്രൈയും അതുപോലെ റൈസൊക്കെ കഴിക്കുക കേട്ടോ ചിയു. നമുക്കിന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ഫ്രൈയും റൈസും ആയിരുന്നു. അങ്ങനെ നമ്മളൊരു നല്ല ഉറക്കമൊക്കെ ഉറങ്ങി അടിപൊളിയായുള്ള ഞാനും നല്ല അടിപൊളിയായി റിലാക്സ് ചെയ്ത് കുളിച്ച് ഉറക്കമൊക്കെ നമ്മൾക്ക് ബീച്ച് പൂൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 5:30 ആയപ്പോൾ ഇറങ്ങി. 5:30 അല്ല, ഒരു 6 ആയപ്പോൾ ഇറങ്ങി തോന്നുന്നു. ജീവന് ഉറക്കത്തിൽ നിന്ന് എണീച്ചതും ഈ സ്വിം സ്യൂട്ട് ഇട്ട് കൊടുത്താൽ കേട്ടോ. ആള് ഭയങ്കര ഹാപ്പിയിൽ പോവാ. ആളെ കയ്യിലാള് ടോയ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ ചെയ്തി നോക്ക് മാഷാല്ലാ. ആള് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ബീച്ചിൽ പോകണം, പൂളിൽ പോയി കളിക്കണം. പക്ഷെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കുളിക്കാൻ ഇഷ്ടമല്ല. വേഗം ഇങ്ങോട്ട് നടക്ക് ചിയോ. വേഗം go run.
ഇത് സ്പീഡിൽ നടന്നിട്ട് എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ റൂം നമ്പർ അതൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ പൂൾ ബീച്ചിലൊക്കെ ഇറങ്ങുവാണെങ്കിൽ അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ നിൽക്കുക കേട്ടോ. സോ ഇന്നലെ നമ്മൾ നൈറ്റ് വ്യൂ അല്ലേ ഈ ഭാഗത്തിൻ്റെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ഡേ വ്യൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെല്ലതേ ഇവിടെ കൂടെ ഇറങ്ങിയിട്ടോ. കുറച്ച് നല്ല ക്രൗഡഡ് ആയിരുന്നു ഇന്നത്തെ ഡേ. പൂളും ബീച്ചും ആണെങ്കിൽ കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ തന്നെ അവർക്ക് ക്യാമറ കണ്ടപ്പോൾ തന്നെ കുറച്ച് അവർ നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രൈവസി കീപ്പ് ചെയ്യുന്ന ഭാഗമാണല്ലോ. അപ്പോൾ പക്ഷെ നമ്മൾക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മളിങ്ങനെ അവരെ കാണിക്കാതെ നമ്മളുടെ രീതിയിൽ എടുത്തു. അവർ നമ്മളെ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേനും നമ്മളെ എടുക്കുക. കുറച്ചൊക്കെ എന്നാലും നമ്മളെടുത്തു. അങ്ങനെ നമ്മളിതേ മെല്ലെ ബീച്ചിലേക്ക് ഇറങ്ങി ചെയ്യൂതേ ഓടിച്ചാടി ബീച്ചിലേക്ക് ഇറങ്ങാൻ പോകണ്ട. ഇതാട്ടോ നമ്മൾ ആ മോളിൽ നിന്ന് നമ്മളെ റൂമിൽ നിന്ന് ആ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. നമുക്ക് നേരിട്ട് ഇതാ കാണുന്നു. ഇതൊക്കെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഷോസാണ് കേട്ടോ. കാരണം മണ്ണിട്ട് അങ്ങനെ ആഴം കുറച്ച് ഈ ഏരിയയൊക്കെ ഡീപ്നെസ് കുറവായിരിക്കും. അത്ര ഡീപ്പറൊന്നും ആയിരിക്കില്ല. കുറച്ച് ആഴം കുറവാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് ഭയങ്കര ഇങ്ങനെ ഒലിഞ്ഞു പോണ ഒരു മണ്ണ്, ഒരു തരം മണ്ണ്. നമ്മൾ സ്റ്റിക്കി അല്ല, നമ്മൾ നോർമൽ സാൻഡ് പോലെ അങ്ങനത്തെ. പിന്നെ ദേ ചിയും ഡാഡയൊക്കെ കൂടിയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ചിയുവിൻ്റെ ഡാഡയാണ്. ഷിഫാദാണ് ഇവിടെ എൻജോയ് ചെയ്തതെന്ന് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഷിഫാദായിരുന്നു ഫുൾ മണ്ണിൽ വിറകുണ്ടായിരുന്നത് ഷിഫാദാണ്. അപ്പോൾ ഷിഫാദിൻ്റെ കാസിലൊക്കെ ഉണ്ടാക്കി, സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കി. ചിയു ഇതേ അവിടെ മാറി നിന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് അധികം നേരം ബീച്ചിൽ നിൽക്കണ്ട, നമുക്കും കുറച്ച് അത്ര കംഫർട്ടബിളായി തോന്നുന്നു, നമുക്ക് പൂളിൽ പോവാം എന്ന് പറഞ്ഞ് ചിയുവിനെയും വിളിച്ച് നമ്മൾ പൂളിൽ പോകാൻ നിൽക്കുക. അപ്പോൾ ചിയുവിൻ്റെ ഡാഡ് ഉണ്ടാക്കിയ ആ ഒരു കാസെല്ലാം പൊളിച്ച് അതിൻ്റെ ഭണ്ഡാരം ഇറക്കി അങ്ങനത്തെ ഒരു സംഭവം ആക്കി വെച്ച്. എന്നിട്ടും ചിയുവിന് മതിയാവുന്നില്ല ഈ ബീച്ചിൽ നിന്നിട്ട്. വീണ്ടും വെള്ളത്തിൽ പോവാണ്. വിളിച്ചിട്ടും വരുന്നില്ല ആള്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങി നിൽക്കുക. അപ്പം നമ്മൾ വിചാരിച്ചു കുഴപ്പമില്ല. ഷിഫാദ് പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി നിൽക്കാം, എന്നിട്ട് നമുക്ക് പൂളിൽ പോകാം. കാരണം ബീച്ചിൻ്റെ ടൈം 7 PM ആണ്. പൂള് കുറച്ചും കൂടി ടൈം ഉണ്ടാവും, 8 PM ആ ഒരു ടൈമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിതേ ഇവിടെ ബീച്ചിലൊക്കെ കുറച്ച് നേരം ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ജസ്റ്റ് കാല് മാത്രം നനച്ചേ ഉള്ളൂ. പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ അധികം പറ്റും. അങ്ങനെ ഇതേ രണ്ടുപേരും വന്ന് പോവാന്ന് വന്ന് നമ്മളിതേ പൂളെത്തി. ഇവിടെ കിഡ്സിന് ഒരു ഏരിയ ഉണ്ട് പൂളിന്, അതുപോലെ തന്നെ അഡൽട്സിന് വേറൊരു ഏരിയ ഉണ്ട് കേട്ടോ. കിഡ്സിൻ്റെ കുറച്ച് നല്ല ഒരു പൂൾ തന്നെയാണ്. ചിയുവിൻ്റെ ഏജുള്ള 2 year 1.5 അങ്ങനെയുള്ളവർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് പൂൾ. ബീച്ചും പൂളായതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ഇല്ല. ഇത് കുട്ടികൾ ആ ഒരു കിഡ്സിൻ്റെ ഏരിയ. പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പം ഷിഫാദും ചിയും ഉള്ളത് അഡൽട്ടിൻ്റെ ഏരിയ. ഇന്ന് കുറച്ച് നല്ല ക്രൗഡഡ്. പക്ഷെ നമ്മൾ വേറൊരു ഡിസൈൻ 3rd day നമ്മൾ പോയ ടൈമിൽ നമുക്ക് അത്ര ക്രൗഡഡ് ആയിട്ടേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെയും കൂടിയാണ് പോയത്, എന്നിട്ടും ക്രൗഡഡ് ആയിരുന്നില്ല. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന ഡേ മാത്രം നല്ല ക്രൗഡഡ് ആയിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. അപ്പോൾ ക്യാമറ എടുക്കുമ്പോഴത്തേനും അവർ നമ്മളെ നോക്കും. പിന്നെ നമ്മളും വിചാരിച്ച് ഇതൊക്കെ കുറച്ച് പ്രൈവസി ഇഷ്യൂ ആയിട്ടുള്ള ഏരിയ ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളും അധികമൊന്നും എടുത്തില്ല. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മളും ഇങ്ങനെ കുറച്ചെടുത്ത് അങ്ങനെ ചിയുതേ ഡാഡനെ ഇരുന്ന് കുളിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട് ചിയുവിൻ്റെ ഡാഡ. അങ്ങനെ ഷിഫാദും ചിയും ഭയങ്കര ഗംഭീര കളിയില്ല. ചിയു അങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നില്ല, വലിച്ച് കയറ്റി അവളെ ഫ്രഷാക്കി. ഞങ്ങളും ഫ്രഷായി. നമ്മളിപ്പോൾ ഇന്ന് എങ്ങടെ പോകുന്നത് വെച്ചാൽ ഷിഫാദിൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട് ഇവിടെ അബുദാബിയിലുണ്ട്. അപ്പോൾ ആളെ കാണാൻ മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാം കേട്ടോ. ആളെ ഇവിടെ അബുദാബിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. നമ്മളെ കാറ് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. വാലറ്റ് പാർക്കിങ്ങിന് കൊടുത്തിരിക്കുക. അപ്പോൾ അവർ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും ഇവിടെ, കാരണം ഇന്ന് നല്ല ക്രൗഡുണ്ട് ഹോട്ടൽ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതേ പോയി.
അങ്ങനെ നമ്മൾ പോയി തിരിച്ചു വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അയ്യോ, ഒരു ആനനെ കഴിക്കാൻ അത്ര വിശപ്പ്. കാരണം നമ്മൾ അത്രയും നേരം ബീച്ചിലും പൂളിലൊക്കെ കിടന്ന് വന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് അങ്ങോട്ട് പോവുക, ആൾക്ക് ബിസിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക ചെയ്ത്. അപ്പോൾ വന്നപ്പോൾ നമുക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മളിതേ മട്ടൻ കറിയുണ്ട്, പിന്നെ പൊറാട്ട, ചപ്പാത്തി, റൈസ് ഉണ്ട്, പിന്നെ ഗ്രിൽഡ് ടൈപ്പായിട്ടുള്ള ഫിഷ് ഉണ്ട്, പിന്നെ വേറൊരു ഹോളായിട്ടുള്ള ഗ്രിൽഡ് ടൈപ്പ് ഫിഷ്. നിങ്ങൾക്ക് വിചാരിക്കും ഇത് മൊത്തം നമ്മൾ ഒരു ദിവസം കൊണ്ട് കഴിച്ചു തീർത്ത്. ഇല്ല, നമ്മളവിടെ കുറച്ച് ബാക്കി മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം കേടായില്ലെങ്കിൽ പിറ്റേ ദിവസം ലഞ്ചിന് കഴിക്കാമെന്നൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മളിതേ, ഞാൻ ഷിഫാസിനോട് പറയായിരുന്നു ഇതൊന്നും കാണിക്കാനുള്ള ഒരു പേഷ്യൻസ് എനിക്കില്ല, അത്രയ്ക്ക് വിശപ്പായിരുന്നു. ചെയ്യുതേ സ്ട്രോബെറി വീഡിയോ എടുക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് നമ്മുടെ ഡേ 3 അറ്റ് ഗ്രാൻഡ് ഹയാത്താണ്. അവർ ഹൗസ് കീപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോയപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആക്കി തന്നിട്ടു. ഡെയിലി മോർണിംഗ് ആൻഡ് ഈവനിങ് അറിയാം, ഹോട്ടൽ സ്റ്റേ ചെയ്തവർക്ക് അറിയാം, അവർ ഹൗസ് കീപ്പിങ്ങിന് ചെയ്യുതേ ഒരു ഫോമി ബാത്തൊക്കെ ചെയ്യാൻ വേണ്ടി ബാത്ത് ടബിൽ കിടന്ന് മറിയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ഒരു ഈവനിങ് ആയപ്പോൾ ആ ബാത്തൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പൂളിലൊക്കെ പോയി ഫ്രഷായി വന്നിട്ട് ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. നമ്മളും ഫുഡ് എന്ത് കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മളും ആലോചിച്ചിട്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഫുഡ് അടിക്കുക റിലാക്സ് ചെയ്യുക എന്നുള്ള ആ ഒരു തീമാണ് നമുക്ക് ഉണ്ടായിരുന്നത് മെയിനായിട്ട് സ്റ്റെക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അതേ നമ്മളെ ഫുഡൊക്കെ വന്നു. നമ്മൾ മന്തി ആട്ടോ ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ടാവും, എനിക്ക് നോർമലി അബുദാബി മന്തി തീരെ ഇഷ്ടമല്ല, അബുദാബിയിലുള്ള മന്തി എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതാകുമ്പോൾ റൈസും ചിക്കനൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ബട്ട് ഇറ്റ് വാസ് എൻ അട്ടർ ഫ്ലോപ്പായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. നമ്മൾ എക്സ്ട്രാ റൈസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാം കൂടി കഴിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒട്ടും ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെയും കഴിക്കാം. ഒന്നാമത് നമ്മൾ എന്തൊക്കെയോ കഴിച്ചത് കൊണ്ട് അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീനായിട്ട് ഞാൻ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സൊക്കെ. അതുകൊണ്ട് എനിക്ക് അത്ര വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ മന്തി വാസ് ആൻ അറ്റർ ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. ബട്ട് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു പോർഷൻ കഴിച്ചു, ബാക്കി എക്സ്ട്രാ റൈസൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. സോ ദേ നമ്മളെ അടുത്ത മോർണിംഗ്, ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആട്ടോ. ചിയു ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി കൊടുത്തതാ. എന്തോ ഫൈനൽ ഡേ. അപ്പം നമ്മളിന്ന് പോവാട്ടോ. സോ ലാസ്റ്റ് ഡേ വി വിൽ നല്ലോണം മിസ് ചെയ്യും നമ്മൾ ഇവിടുത്തെ സ്റ്റേ. No, I didn't. No. ജിയോടെ ടോട്ടലി എന്താ പറയുക, ഒരുമാതിരി മെസ്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം കളഞ്ഞിട്ടും അതൊക്കെ പിന്നെ ക്ലീൻ ചെയ്തു. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. നല്ലോണം മിസ് ചെയ്യും കേട്ടോ. ഈ ഒരു ആ ഒരു ഇത് റിസപ്ഷൻ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. അവിടുത്തെ ആ ലൈറ്റിങ് അത് അടിപൊളിയുണ്ട്. അത് ഇന്നാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചത് ആ ഒരു റിസപ്ഷൻ. അപ്പോൾ അതേ നമ്മുടെ കെട്ടും ബാണ്ടും ലഗേജൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു 12 ആയി. ഒരു നല്ല നട്ടുച്ച സമയം കേട്ടോ. നമ്മൾ കാറ് വരാൻ വെയിറ്റ് ചെയ്യുക. കാറ് വന്നു. അപ്പോൾ നമ്മൾ ഫൈനലി ദുബായ് എത്തി. ഇത് കരാമ ഒരു ഏരിയ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഇത്രയും ദിവസം നോൺ വെജൊക്കെ കഴിച്ച് നമുക്ക് ഫുള്ളി വെജായിട്ടുള്ള ഒരു സംഭവം കഴിക്കാനൊരു ആഗ്രഹം. കരാമ ദുബായ് എത്തിയപ്പോൾ നമുക്കൊരു ആശ്വാസമായിട്ടോ, എന്താ അറിയില്ല, എന്തോ ആശ്വാസമായി. നമ്മുടെ ഒരു ഹോം ലാൻഡ് എത്തിയ ഒരു ഫീലാണ്. അപ്പം നമ്മളുടെ മീൽസ് വന്നു. കറി എന്ന് പറയുമ്പോൾ കപ്പപ്പുഴുക്ക്, പിന്നെ എന്തോ ഒരു പയറ് തോരൻ, പിന്നെ വെള്ള കളറിൽ എന്തോ ഒരു സാധനം, പക്ഷെ അത് പേരറിയില്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, അച്ചാറ്, പപ്പടം, പിന്നെ മീൻ പീരയായിരുന്നു. ചോറ്, ഫിഷ് കറി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ എന്തോ ഒരു പായസം, ലൈക്ക് ഗോതമ്പ് പായസം, നല്ല മധുരമായിരുന്നു. അപ്പം ഞാൻ ഈ കപ്പൻ്റെയൊക്കെ സാധനം മീൻ കറിയിൽ കുഴച്ച് തിന്നുമ്പോൾ തന്നെ എനിക്ക് ഇപ്പം തന്നെ വായിൽ വെള്ളം വരും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ. ആ വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല, ഇനി നോൺ വെജ് കഴിച്ച് വെജ് കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.